ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അറയിലെ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് അറയിൽ യൂസ് ചെയ്യുന്നതാണ്. പ്രിമിറ്റീവ് അറേ എന്ന് പറയുമ്പോൾ അത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നതാണ്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ജാവയിൽ മെയിനായിട്ട് 8 പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആണുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ ഇത് കാണിക്കാം. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് മെയിനായിട്ട് 8 എണ്ണം. ഫസ്റ്റ് വരുന്നതാണ് ഇൻറ്റിജർ ടൈപ്പ്. ഓക്കെ, ഇൻറ്റിജർ ടൈപ്പ് എന്ന് പറയുന്നത് ബൈറ്റ് ആവാം, ഷോർട്ട് ആവാം, ഇൻറ്റ് ആവാം, ലോങ് ആവാം. ബൈറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റ്സ് ആയിരിക്കും, ഷോർട്ട് 16 ബിറ്റ് ആയിരിക്കും, ഇൻറ്റിജർ 32 ബിറ്റ് ആയിരിക്കും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. ലോങ് 64 ബിറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഉള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഡെസിമൽസ് വരുന്നത്. അത് ഫ്ലോട്ട് ഉണ്ട് 32 ബിറ്റ്, സിംഗിൾ പൊസിഷൻ, ഡബിൾ 64 ബിറ്റ്. നമ്മൾ ഇൻറ്റ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഫ്ലോട്ടിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് ക്യാരക്ടർ ടൈപ്പ് ആണ്. ക്യാരക്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ആണ്. പിന്നെ നമുക്കുള്ളത് ബൂളിയൻ, അത് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആണ്. സോ ഇങ്ങനെ നമുക്ക് 8 ഡിഫറെന്റ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ് ജാവയിലുള്ളത്. സോ ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഡിൽ നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഫോളോ ചെയ്യുന്ന അതായത് ഇൻറ്റിജർ അറേ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡും അത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, മാക്സിമം വാല്യൂ പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ മെയിൻ മെത്തേഡ്. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്താ വെച്ചാൽ ഒരു അറേ ഇൻറ്റിജർ അറേ നം ഇസിക്കൽ ടു ഒരു പ്രിമിറ്റീവ് അറേയാണ് 1 2 12 34 23 13 54 11. സോ അറേ ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാമല്ലോ. നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഡേറ്റ ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് ഇസിക്കൽ ടു പിന്നെ അറേ നെയിം കൊടുക്കും. അറേ നെയിം ഇസിക്കൽ ടു അറേയുടെ സൈസ് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, ന്യൂ ആ ഡേറ്റ ടൈപ്പ്. അതിൽ അറേ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അറേയുടെ സൈസ് കൊടുക്കേണ്ടത് മസ്റ്റ് ആണ്. ഇങ്ങനെ 9 ആണെങ്കിൽ 9 കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഡാർക്ക് ആയിട്ട് എലമെന്റ്സ് കൊടുക്കും. എലമെന്റ്സ് ഇങ്ങനെ കൊടുക്കുന്നത് കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ട് എലമെന്റ്സ് കൊടുക്കാം. 2 3 ഇങ്ങനെ കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യുന്നത്. സോ അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തു. നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു അറേയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഈ മാക്സ് വാല്യൂ ആയിരിക്കും നമ്മുടെ ആ അറേയുടെ മാക്സിമം വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ. സോ ഈ വേരിയബിളിലോട്ട് നമ്മൾ ഈ അറേയുടെ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചു. സോ അറേയുടെ ഇൻഡെക്സ് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 അങ്ങനെയുള്ള പോകുന്നത് അറേയുടെ ലെങ്ത്. സോ ഇത് 0th പൊസിഷനിലുള്ള ആൾ ആരാണോ അതിന് നമ്മൾ മാക്സ് വാല്യൂട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സ് വാല്യൂ ഇപ്പോൾ നമ്മൾ 12 ആയിട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ അറേയിലെ ലൂപ്പ് ചെയ്യുക. കാര്യം നമുക്ക് ഓരോന്നിനെയും കമ്പയർ ചെയ്യണം. സോ നമ്മൾ ഐയുടെ പൊസിഷൻ നമ്മൾ 0 കൊടുത്തില്ല 1 കൊടുത്തു. കാര്യം നമുക്ക് 34 കമ്പയർ ചെയ്യാം. സോ ഐ ഇസിക്കൽ ടു 1 ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത്. സോ അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 6 എലമെന്റ്സ് ഉണ്ട്. സോ 5th പൊസിഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പിന്നെ അത് ഇൻക്രിമെന്റ് ചെയ്യുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അറേ നം ഓഫ് ഐ. അറേ നം ഓഫ് ഐ എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് 34 ആണ്. 34 ഗ്രേറ്റർ ദാൻ 12 ആണോ നോക്കും. ഓക്കെ, മാക്സ് വാല്യൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സ് വാല്യൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മാക്സ് വാല്യൂ അറേ ഓഫ് ഐ ആകും 34 ആക്കുന്നു. ഓക്കെ, ഇത് വരുന്നു. ഐ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഐ 2 ആവുന്നു. പിന്നെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ 23 ഗ്രേറ്റർ ദാൻ 34 ആണെന്ന് നോക്കും. അല്ല, അപ്പോൾ ഈ ലൂപ്പിന്റെ വെളി വരും, ഐ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 13 ഗ്രേറ്റർ ദാൻ 34 ആണെന്ന് നോക്കും. അല്ല, ലൂപ്പ് ഇതാവും 54 ഗ്രേറ്റർ ദാൻ 34 ആണെന്ന് നോക്കും. അപ്പോൾ അതെന്താണ്, അത് കറക്റ്റ് ആണ്. സോ മാക്സ് വാല്യൂലോട്ട് 34 മാറ്റിയിട്ട് 54 വരും അടുത്ത ഇറ്ററേഷൻ. നമ്മൾ 11 കമ്പയർ ചെയ്യും, അതല്ലെന്ന് മനസ്സിലാവും. പിന്നെ ഈ നമ്മൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി 6 ആകുമ്പോഴത്തേന് 6 ലെസ് ദാൻ 6 ആവുന്നില്ല. സോ ഈ നമ്മുടെ മെയിൻ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. മാക്സിമം വാല്യൂ ആണ് നമ്മളുടെ പ്രിന്റ് ചെയ്യുന്നത്. സോ അതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. കേട്ടോ, മാക്സ് വാല്യൂ നമുക്ക് കിട്ടിയത് 54. ഇതും ഒരു അതിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. സോ നെക്സ്റ്റ് ജസ്റ്റ് മാക്സിമം വാല്യൂ ഓഫ് എൻ അറേ അറിയേണ്ടതാണ്. സോ അറേയുടെ കൺസെപ്റ്റ് നമ്മൾ അറിയണം. അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് വളരെ ജസ്റ്റ് അറിയാൻ മതി. സിംഗിൾ ക്വസ്റ്റൻ.